ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ നമ്മളൊരു റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റിസോർട്ട് നുവൈസീവിലാണ്. അക്വാ മറൈൻ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് അബു ഖലീഫയിലാണ്. അബു ഖലീഫയിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് എടുക്കും കേട്ടോ അവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു 4 o'clock പോകാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ ലേറ്റായിപ്പോയി. 5 o'clock ഒക്കെ ആയപ്പോഴാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ റിസോർട്ട് സൗദി ബോർഡറിലാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് ഒരു 82 കിലോമീറ്റേഴ്സ് ഉണ്ട് ഏകദേശം. ഇവിടെ എത്തിയപ്പം കുറച്ചിരിടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ വന്ന പാടെ റിസപ്ഷനിലേക്ക് പോയി. റിസപ്ഷനിൽ ചെന്ന് കഴിയുമ്പം അവർ നമ്മുടെ ബുക്കിംഗ് ID ചെക്ക് ചെയ്യും. ID ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു 100 KD സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അത് റീഫണ്ടബിളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അവർ റൂം നമ്പർ തരും. നമ്മൾ 3 BHK റൂമായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമുകളാണ്. അതുപോലെ തന്നെ നല്ല നീറ്റുമാണ്. നമ്മൾ പുറത്ത് നിന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഹോളാണ്. ഹോളിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഓപ്പൺ കിച്ചണാണ് കേട്ടോ. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫ്രിഡ്ജുണ്ട്. നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമുക്കിവിടെ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടുന്ന് വാങ്ങിക്കാം. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഹോളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്കാണ് കാണുന്നത്. ഇവിടെ ഞങ്ങളെല്ലാവരും വന്നതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഹാളിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചെറിയൊരു മെയ്ഡ് റൂമുണ്ട്. അത് അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ളതാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ബെഡ്റൂമുകളുള്ളത്. അതിലൊരു ബെഡ്റൂം വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ബാക്കിയുള്ള 2 ബെഡ്റൂമിന് കോമൺ ആയിട്ടുള്ള വാഷ്റൂമുകളാണ്. ഇവിടെ കുട്ടികൾ ഏത് റൂം എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഹാളിലൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ ബിയും സെബിനും കൂടി എന്തോ വലിയ ഡിസ്കഷനിലാണ്. രാത്രിയിൽ എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്നാണെന്ന് തോന്നുന്നു അവരാലോചിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെല്ലാം കൂടെ പുറത്ത് പോയി കുറേ നേരം കളിച്ചു. എന്നിട്ട് ഞങ്ങൾ സീസൈഡിലേക്ക് പോയി. അവിടെ പോയി കുറേ നേരം ഇരുന്നു. ഇന്നിപ്പോൾ ഇവിടെ തിരക്കൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വിൻ്റർ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ സീസൈഡിൽ പോയി കുറേ നേരം വർത്താനം പറഞ്ഞു, പാട്ടൊക്കെ പാടിയിരുന്ന്, പിന്നെ ബാർബിക്യൂ കുക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണിത്. സിറ്റിയിൽ നിന്നൊക്കെ ദൂരെ മാറിയായതുകൊണ്ട് യാതൊരു ബഹളവും ഇല്ലാത്ത കാം ആൻഡ് റിലാക്സിങ് പ്ലേസാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാവുന്നതാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.